എൻ്റെ അമ്മേ ചൂടിന് ചെറിയൊരു ആശ്വാസം കേട്ടോ. ചെറിയ മഴയൊക്കെ ആണെങ്കിലും കുറച്ച് സമയത്തേക്ക് എന്തായാലും ഒരു ആശ്വാസം കിട്ടി. അപ്പോൾ നമ്മുടെ മഴയത്ത് ഇന്നത്തെ ഫുഡ് അമ്മയുടെ നല്ല ചോറുണ്ട്. ചോറിൻ്റെ ഇന്നത്തെ കറികൾ കുറച്ചധികം കറികളുണ്ട് കേട്ടോ. തലേ ദിവസത്തേക്ക് ചൂടാക്കി വന്നപ്പോഴത്തേക്കും കുറച്ചധികം ആയതേ ഉള്ളൂ. നല്ല ചക്കക്കുരു ഇട്ട ചീരത്തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചീരയിൽ ചക്കക്കുരു ഇടുമ്പോൾ. പിന്നെ പയറ് മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ മുളക് പൊടി ഇടാറില്ല, പച്ചമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇന്നലത്തെ അവിയൽ, നല്ല അയല മീൻ വറ്റിച്ചത്, രസം. പിന്നെ ഇന്നെന്തോ ചെറിയ കൊതി തോന്നി കേട്ടോ, അമ്മയുടെ കൈ കൊണ്ടൊന്ന് വാരി കഴിക്കാം. പണ്ടൊക്കെ കഴിച്ചതാണ്, ഈ ഇടക്കാലത്തൊന്നും കഴിച്ചില്ല കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അമ്മ ഇങ്ങനെ തരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത കറികളുണ്ടെങ്കിൽ പോലും അമ്മ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് വാരി തരുമ്പോൾ എന്തോ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്ത് ടേസ്റ്റാണെന്ന് എനിക്ക് പറയാനറിഞ്ഞൂടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തോ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ചിലപ്പോൾ ഒരു കറി ഇല്ലെങ്കിലും എന്തെങ്കിലും ചമ്മന്തി വെച്ചിട്ട് വാരി തന്നാലും മതി, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അച്ഛൻ തൊട്ടപ്പുറത്ത് നിന്ന് കഴിക്കുന്നുണ്ടേ. അതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ദൈവമേ, മഴ പെയ്തപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്യാൻ മറന്നുപോയി, കറണ്ടും പോയി. പിന്നെ നമ്മളിന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പിന്നെ കറണ്ട് വന്നതേയില്ല. പിന്നെ നമ്മൾ പുറത്തുള്ള പൈപ്പിൽ വെള്ളമൊക്കെ പിടിച്ച് കുളിച്ചു. അപ്പോൾ നമ്മളിന്ന് വാഴ 2 കാണാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ നമുക്കങ്ങനെ സിനിമാ പ്രേമികളൊന്നുമല്ല, ഏത് സിനിമ ഇറങ്ങിയാലും ഓടിച്ചെന്ന് അങ്ങനെ കാണുകയൊന്നുമില്ല. ഇത് വാഴ 2 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്, ചെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ സിനിമ കാണാൻ പോകാൻ. അനിയത്തിയാണെങ്കിൽ പുറത്തിരിക്കുന്നത് കൊണ്ട് പിന്നെ അവർക്കൊരു താല്പര്യമുണ്ട് ഇതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാഴ 2 സിനിമയൊക്കെ കണ്ടു. തിരിച്ചിറങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. എന്താ, എനിക്കും ചെറുതായിട്ട് എവിടെയൊക്കെ പണ്ട് നമ്മൾ അടികൂടുന്നതും അവളിങ്ങനെ പോകുന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ തിരിച്ച് നമ്മൾ പോയതിൻ്റെ തന്നെ ചൊവ്വാഴ്ച ഹർത്താലായതുകൊണ്ട് പിന്നെ അന്ന് ഫുഡൊന്നും മെയിൻ കടകളിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്കൊരു തട്ടുകട ഉണ്ടായിരുന്നു. തനൂട്ടിക്കാണെങ്കിൽ തട്ടുകടയിൽ കയറിയപ്പോഴേ പൊറോട്ട ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കുമെന്നായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് പൊറോട്ടയൊക്കെ അങ്ങ് തീർന്നു പോയി. പക്ഷേ എന്നാലും നല്ല ചുടുചുടാ ദോശ ഉണ്ടായിരുന്നു. ബീഫൊക്കെ ആണെങ്കിലും തണുത്തു പോയി കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സാമ്പാർ, മുളക് കറി ഇതെല്ലാം കൂടെ കഴിച്ചു. പിന്നെ അവസാനം ഓംപ്ലേറ്റൊക്കെ കഴിച്ച് അങ്ങനെ സിനിമയും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്.